വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ജഗദീശ്വരൻ്റെ കരുണാകടാക്ഷങ്ങൾ നമ്മുടെ മേൽ സദാ വർഷിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമേ പ്രാർത്ഥിക്കുകയാണ്. മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി തിരൂരിൻ്റെ മുഖമായി നീണ്ട കാൽ നൂറ്റാണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ജ്വലിച്ചു നിന്ന ഒരു മഹാമനീഷിയാണ്. ഞാൻ ആ വാക്ക് ബോധപൂർവം ഉപയോഗിച്ചതാണ്. രാഷ്ട്രീയ മേഖലയിൽ സൂഫി ഭാവത്തോടുകൂടി അപൂർവം ചിലരെങ്കിലും പ്രവർത്തിച്ചിരുന്നു. അങ്കുലി പരിമുതലിൽ ആ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്ന വ്യക്തിയാണ് ബഹുമാന്യനായ കെ മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി. 25 വർഷം അദ്ദേഹം MLA ആയി. 20 വർഷം 4 ടേം തുടർച്ചയായി തിരൂരിനെ പ്രതിനിധീകരിച്ചു. 1970 മുതൽ 75 വരെ ബാവഹാജി കേരള നിയമസഭയുടെ സ്പീക്കറായി. MLA എന്നുള്ള നിലയിലും സ്പീക്കർ എന്നുള്ള നിലയിലും ബാവഹാജി സമ്പൂർണത കൈവരിച്ച വ്യക്തിയാണ്. അദ്ദേഹം തനിക്ക് നിവേദനങ്ങൾ നൽകിയവരെ കാർഡിലൂടെ അതിൻ്റെ സ്റ്റാറ്റസ് അറിയിക്കുകയും ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ ഏറ്റവും അധികം മറുപടി കത്തുകൾ അയച്ച ആളുകളിൽ ഒരാൾ മൊയ്തീൻകുട്ടി എന്ന ബാവഹാജിയായിരിക്കും. അദ്ദേഹത്തിന്റെ എത്രയോ കത്തുകൾ പലരും സൂക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വന്ന കത്തുകളുടെ ഒരു ശേഖരം തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാവഹാജി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കാലത്തെ സംബന്ധിച്ച് ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ കുറുക്കോളി മൊയ്തീൻ സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു. ലീഗ് രാഷ്ട്രീയത്തിന്റെ സുവർണകാലമായിരുന്നു. ബാവഹാജിയൊക്കെ MLA-യും സ്പീക്കറുമൊക്കെ ആയിരുന്ന കാലം എന്ന് പറയുന്നത്. സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പുഷ്കലമായ കാലയളവ്. ലീഗ് രാഷ്ട്രീയം കേവല രാഷ്ട്രീയത്തിനപ്പുറം ധാർമ്മികമായിട്ടുള്ള ഒരു വലിയ തലം കൂടിയാണ് എന്ന് തെളിയിക്കപ്പെട്ട സമയം. ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരിക്കൽ ബാവഹാജിയെ സംബന്ധിച്ച് അനുസ്മരിച്ചത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ഒരു സ്വകാര്യ സംഭാഷണത്തിൽ സയ്യിദ് ഉമർ ബാഫക്കി തങ്ങളെ സംബന്ധിച്ചും AV അബ്ദുറഹിമാൻ ഹാജിയെക്കുറിച്ചും ബാവഹാജിയെക്കുറിച്ചും KE സാഹിബിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇസ്ലാം എന്താണ് എന്ന്, മുസ്ലിം എന്താണ് എന്ന് സഹോദര മതസ്ഥർക്ക് യഥാവിധി ജീവിതം കൊണ്ട് അവര് ജീവിച്ച കാലഘട്ടത്തിൽ ബോധ്യപ്പെടുത്തി കൊടുത്ത അപൂർവം ആളുകളിൽ ഒരാൾ കൂടിയാണ് മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി. ബാവഹാജിയുടെ ഒരു നോക്കോ വാക്കോ പ്രവൃത്തിയോ സഹോദര മതസ്ഥരായിട്ടുള്ള ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. നന്ദേട്ടൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹം കേരള നിയമസഭയിലും ആ കാര്യം സൂചിപ്പിച്ചിരുന്നു. നന്ദേട്ടന്റെ വിവാഹം നടക്കുന്ന സമയത്ത് ഇമ്പിച്ചുബാവയും
മൊയ്തീൻകുട്ടി എന്ന ബാവഹാജിയും ഒരുമിച്ചാണ് കല്യാണത്തിന് ചെന്നത്. വരനുള്ള മാല ഇമ്പിച്ചു ബാവ എടുത്തു കൊടുത്തു. വധുവിനുള്ള മാല വരന് ചാർത്താനുള്ളത് ബാവഹാജിയും എടുത്തു കൊടുത്തു. അങ്ങനെയാണ് നന്ദേട്ടന്റെ, ഇപ്പോഴത്തെ തിരൂർ MLA നന്ദകുമാറിന്റെ വിവാഹം നടന്നത് എന്ന് അദ്ദേഹം കേരള നിയമസഭയിലാണ് പറഞ്ഞത്. അപ്പൊ ബാവഹാജി ജീവിച്ചിരുന്ന കാലത്ത് എത്രമാത്രം മതമൈത്രിയും സൗഹാർദ്ദവും നിലനിന്നിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് പോലും അങ്ങനെ ഒരാൾ നടത്തിയാൽ അതിനെ സംബന്ധിച്ച് വാക്കുതർക്കങ്ങളും അതിനെ സംബന്ധിച്ച് വാദകോലാഹലങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ബാവഹാജി ഒരു തികഞ്ഞ മതഭക്തനായിരുന്നു. 100-ൽ 100 മാർക്ക് വിശ്വാസത്തിന് നൽകാൻ കഴിയുന്ന ആളുകളിൽ ഒരാൾ. അങ്ങനെ ഒരാളാണ് നന്ദേട്ടന്റെ ഭാര്യക്ക് നന്ദേട്ടനെ അണിയിക്കുവാനുള്ള മാല എടുത്തു കൊടുക്കുന്നത്. വിവിധ മതസമൂഹങ്ങൾ തമ്മിലുള്ള സൗഹൃദവും കൊള്ളലും കൊടുക്കലുമാണ് നമ്മളുടെ നാടിന്റെ ഏറ്റവും വലിയ സവിശേഷതകളായി നിലനിൽക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ നമ്മളേറെ മുന്നോട്ട് പോയി. പക്ഷേ പല കാര്യങ്ങളിലും വളരെ പിന്തിരിപ്പൻ നിലപാടാണ് പലരും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പൊന്നും ഓണം ഉണ്ണുന്നതിനെ കുറിച്ചോ വിവിധ മതസമുദായങ്ങളുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിനെ കുറിച്ചോ ആരും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞതായിട്ട് കേൾവിയില്ല. എന്നാൽ നമ്മൾ ശാസ്ത്രബോധമുള്ളവരും പുരോഗമനക്കാരുമൊക്കെ ആയി എന്ന് അവകാശപ്പെടുന്ന കാലത്താണ് ഓണം ഉണ്ണാൻ പാടില്ല, അല്ലെങ്കിൽ അതിലെന്തോ ഒരു കുഴപ്പമുണ്ട്, ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, നേർച്ചകളിൽ പങ്കെടുക്കാൻ പാടില്ല, എല്ലാ ജാതി മതസ്ഥരും ഒരുമിക്കുന്ന വേദികളിൽ ഒരുമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള, അതിലൊക്കെ കൂടിയാടുന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകളും സംശയങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെടാൻ തുടങ്ങുന്നത് ഇപ്പോഴാണ്. ബാവഹാജി ഒരു തികഞ്ഞ വിശ്വാസി എന്നുള്ള നിലയിൽ വലിയ യാഥാസ്ഥികന്മാരായിട്ടുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുന്ന കാലത്ത് സൗഹൃദത്തിന്റെ തലങ്ങൾ സൃഷ്ടിക്കാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചിരുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് നന്ദേട്ടൻ തന്റെ ജീവിതാനുഭവം പങ്കുവെച്ചതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വിവിധ മതസമൂഹങ്ങൾ തമ്മിൽ ഒരുപാട് ആചാരങ്ങളിൽ നമുക്ക് സമാനതകൾ കണ്ടെത്താൻ വേണ്ടി കഴിയും. ലോകത്ത് മുസ്ലിങ്ങളിൽ ഒരുപക്ഷെ ദർഗകളോടനുബന്ധിച്ച് നേർച്ചകൾ ആഘോഷിക്കപ്പെടുന്ന പ്രദേശം കേരളം മാത്രമായിരിക്കും. അതുപോലെ തന്നെ ക്രിസ്ത്യൻ ചർച്ചുകളോടനുബന്ധിച്ച് പള്ളിപ്പെരുന്നാളുകൾ ആഘോഷിക്കപ്പെടുന്ന പ്രദേശം കേരളം മാത്രമായിരിക്കും ലോകത്ത്. അമേരിക്കയിലോ ബ്രിട്ടനിലോ ഒന്നും നമുക്ക് പള്ളിപ്പെരുന്നാളുകൾ കാണാൻ കഴിയില്ല. സൗദി അറേബ്യയിലോ ഗൾഫ് നാടുകളിലോ തുർക്കിയിലോ ഈജിപ്തിലോ ഒന്നും നമുക്ക് നേർച്ചകൾക്ക് സമാനമായിട്ടുള്ള ഒരു ആഘോഷം ദർഗകളോടനുബന്ധിച്ച് മഖാമുകളോടനുബന്ധിച്ച് കാണാൻ സാധിക്കുമായിരിക്കില്ല. അതൊക്കെ കേരളത്തിൽ ഉത്സവങ്ങൾക്ക് പകരമായി ക്ഷേത്രമുറ്റത്ത് എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. അപ്പോ പള്ളിയുടെ മുറ്റത്തും മഖാമിന്റെ മുറ്റത്തും എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കൂടണം. ചർച്ചിന്റെ മുറ്റത്ത് എല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കൂടണം. അവരിൽപ്പെടുന്ന എല്ലാ കച്ചവടക്കാരും അന്ന് വരണം. അങ്ങനെ സൗഹൃദത്തിന്റെ ഭൂമിക വിശാലമാകണം എന്ന് നമ്മളുടെ പൂർവികർ ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ടാണ് നമ്മൾ യാഥാസ്ഥികന്മാരെന്ന്, തീരെ പുരോഗമനം തൊട്ടുതീണ്ടാത്തവരെന്നൊക്കെ ആക്ഷേപിക്കുന്ന, എന്നാൽ യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ എത്രയോ പുരോഗമന മനസ്സ് കൊണ്ടു നടന്നിരുന്ന ആ കാലത്തെ മനുഷ്യർ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ നമുക്കിടയിൽ ഉണ്ടാക്കിയത്. കോൽക്കളി മാപ്പിള കലയായിട്ടാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. കോൽക്കളി ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത്
മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു കലാരൂപമായി ആർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ചു തരാൻ വേണ്ടി പറ്റൂ? കോൽക്കളി തീർത്തും കേരളീയമാണ്. കേരളത്തിൽ കോൽക്കളി എല്ലാ മതസമുദായങ്ങൾക്കിടയിലും അഭിവൃദ്ധിപ്പെട്ട ഒരു കലാരൂപമാണ്. ആ കലാരൂപം മുസ്ലിം ജനവിഭാഗവും സ്വായത്തമാക്കി. ഒപ്പന, ഏതെങ്കിലും ഒരു അറേബ്യൻ രാജ്യത്ത് ഒപ്പന നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. സൗദി അറേബ്യയിലുണ്ടോ ഒപ്പന? ഗൾഫ് നാടുകളിലുണ്ടോ ഒപ്പന? തുർക്കിയിലോ ഈജിപ്തിലോ 10-40 വരുന്ന മുസ്ലിം രാജ്യത്ത് എവിടെയെങ്കിലുമോ ഒപ്പനയ്ക്ക് സമാനമായിട്ടുള്ള ഒരു കലാരൂപം ആർക്കെങ്കിലും കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ഇല്ല. മാർക്കംകളി, അത് ലോകത്ത് ക്രിസ്ത്യാനികൾക്കിടയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. വേറെ ലോകത്ത് അമേരിക്കയിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ ക്രിസ്ത്യൻ ഭൂരിപക്ഷ നാടുകളിലോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതൊക്കെ കേരളത്തിലെ നമ്മളുടെ പൂർവികരായിരുന്ന നമ്മളുടെ സഹോദര സമുദായത്തിൽ നിന്ന് ആദർശത്തിനും അടിസ്ഥാനപരമായിട്ടുള്ള പ്രമാണത്തിനും വിരുദ്ധമാകാത്ത വിധം മുസ്ലിങ്ങളും ക്രൈസ്തവരും സ്വയത്തമാക്കിയിട്ടുള്ള അവരുടേതാക്കിയിട്ടുള്ള കലാരൂപങ്ങളാണ്. ഈ കൊള്ളക്കൊടുക്കയാണ്, ഈ കൊടുക്കൽ വാങ്ങലുകളാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ സൗഹൃദത്തിന്റെ ഒരു വിശാലമായ അർത്ഥതലമായിട്ട് നിലനിന്നിരുന്നത്. അതിനൊക്കെ ഇപ്പോൾ കോട്ടം തട്ടി തുടങ്ങിയിരിക്കുന്നു. പണ്ടൊക്കെ ഏതെങ്കിലും ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, താനൂരൊക്കെ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുസ്ലിം തറവാട്ടിൽ നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് അവിടെ ദീപം കത്തിക്കുന്നത്. ഞാൻ കോട്ടക്കൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു, ഒരു ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച സാംസ്കാരിക ചടങ്ങിലാണ് പങ്കെടുക്കാൻ വേണ്ടി പോയത്. അപ്പൊ അവര് പറഞ്ഞു, പണ്ട് മാപ്പിളമാരായിരുന്നു ഈ ഉത്സവത്തിന്റെ വരവിന് സംരക്ഷകരായിട്ടുണ്ടായിരുന്നത്, മാപ്പിള പടയാളികൾ. കോട്ടക്കലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലബാർ കലാപം നടന്ന കാലത്ത് പല സ്ഥലത്തും വലിയ അക്രമം ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു അക്രമവും ഉണ്ടായിട്ടില്ല. മലബാർ കലാപകാരികൾ ഒരു സ്ഥാപനം അന്ന് സഹോദര മതസ്ഥരുടേതാണ് എന്നുള്ളത് കൊണ്ട് തകർക്കണമായിരുന്നുവെങ്കിൽ തകർക്കേണ്ടിയിരുന്നത് കോട്ടക്കൽ ആര്യവൈദ്യശാലയാണ്. കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ ഒരു ഓട് മലബാറിലെ കലാപകാരികൾ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് ആരെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. വൈദ്യരത്നം PS വാര്യരുടെ ആത്മകഥ, അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. അത് കോട്ടക്കൽ ആര്യവൈദ്യശാല തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ആ പ്രസിദ്ധീകരിച്ച PS വാര്യരുടെ ജീവചരിത്രത്തിന്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, മാപ്പിള കലാപകാരികൾ കോട്ടക്കലേക്ക് വരികയാണ്. 921 ബ്രിട്ടീഷ് വിരുദ്ധ സമര പോരാളികൾ. അപ്പൊ എല്ലാവരും പേടിച്ചു പറച്ചു നിൽക്കുകയാണ്, എന്ത് സംഭവിക്കുമെന്നറിയാതെ. അപ്പൊ അവർ വന്നു, PS വാര്യരെ കാണണം എന്ന് പറഞ്ഞു. PS വാര്യരുടെ ജീവചരിത്രം എഴുതിയ ആള് അന്ന് കുട്ടിക്കാലത്ത് ഈ സംഭവത്തിന് സാക്ഷിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഭയന്നു, എന്താണ് സംഭവിക്കുക? അവര് പൂമുഖത്തേക്ക് കയറാതെ താഴെ തന്നെ നിൽക്കുകയാണ്. വന്നയാളുകൾ അവർ പടയാളികളാണ്, അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. PS വാര്യരെ കാണണം, വാര്യറച്ചനെ കാണണം എന്ന് പറഞ്ഞാണ് അവർ വരുന്നത്. വാര്യർ ഇത് കേട്ട് അകത്ത് നിന്ന് പൂമുഖത്തേക്ക് വന്നു. ചിരിച്ച മുഖവുമായി വന്ന അദ്ദേഹം ഇവരെ പൂമുഖത്തേക്ക് ക്ഷണിച്ചു. അവർ കയറിയിരുന്നു. അവർ സംസാരിച്ചു പരസ്പരം. PS വാര്യർ വന്നയാളുകളോട് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് ഉദാഹരണങ്ങൾ കാണിച്ച് സമർത്ഥിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോ വന്നയാളുകൾ പറഞ്ഞു, ഞങ്ങളെ ആക്രമിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ നിന്നു കൊടുക്കുകയാണോ വേണ്ടത്? ഞങ്ങൾ തിരിച്ചാക്രമിക്കുന്നു, അത്രയേ ഉള്ളൂ. അങ്ങനെ അവസാനം PS വാര്യർ 500 രൂപ സംഭാവനയായി അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതിയിരുന്ന മലബാറിലെ മാപ്പിള പോരാളികളുടെ ഫണ്ടിലേക്ക് നൽകുകയാണ്. ആ 500 രൂപക്ക് പുറമെ 2 ചാക്ക് നെല്ലും ഈ വന്നയാളുകൾക്ക് അദ്ദേഹം സമ്മാനിക്കുകയാണ്. അങ്ങനെ
ആ സമരം അവസാനിക്കുന്ന ഘട്ടം വരെ ഒരു തരത്തിലുള്ള ആക്രമണവും ആരുടെ ഭാഗത്തു നിന്നും ആര്യവൈദ്യശാലക്കോ ആര്യവൈദ്യശാലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കോ നേരിടേണ്ടി വന്നിട്ടില്ല. ഞാനിത് പറഞ്ഞത് കോട്ടക്കലെ ഒരു ക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. അവിടെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, മാപ്പിള പടയാളികളാണ്, അതിന്റെ ഒരു ഓർമ്മ എന്നുള്ള നിലയിൽ മാപ്പിളമാര് ഒരുപാട് കാലം ഈ ക്ഷേത്രോത്സവത്തിന്റെ വരവിന് സംരക്ഷകരായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആരും അങ്ങനെ നിൽക്കാറില്ല. വളരെ ദുഃഖത്തോടു കൂടിയാണ് പറഞ്ഞത്. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമുക്ക് പുരോഗമന പ്രസ്ഥാനങ്ങളോട്, മുസ്ലിങ്ങളിലെ നവോത്ഥാന ഗ്രൂപ്പുകളോട് ആഭിമുഖ്യമുണ്ട്. പക്ഷേ നവോത്ഥാന സംഘങ്ങൾ നാട്ടിലുണ്ടാക്കിയ ഒരു പ്രതിലോമപരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരുമിച്ച് ചേരാനുള്ള സന്ദർഭങ്ങളെയും സാഹചര്യങ്ങളെയും അവർ നിരുത്സാഹപ്പെടുത്തി എന്നുള്ളതാണ്. അതൊക്കെ തന്നെ ആദർശ വ്യതിയാനമായി സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നേർച്ച കൊണ്ട് ചില അനാചാരങ്ങളൊക്കെ നടക്കുന്നുണ്ടാവാം, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷെ അത് ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കുന്ന ഒരു വലിയ ഐക്യബോധമുണ്ട്. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ വേണ്ടി കഴിയില്ല. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ സഹോദരനെ തന്റെ ജനതയെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ വിളി കേട്ട് പോവുകയാണ്. ആ സമയത്ത് മൂസാ നബിയുടെ ജനത പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുവാൻ വേണ്ടി തുടങ്ങി. അത് മൂസാ നബിയുടെ സഹോദരൻ തടഞ്ഞില്ല. മൂസാ നബി തിരിച്ചു വന്നപ്പോൾ ഇത് കണ്ടു. അപ്പൊ തന്റെ സഹോദരന്റെ താടിക്ക് പിടിച്ചുകൊണ്ട് മൂസാ നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ എന്തുകൊണ്ടാണ് ഇവരെ തടയാതിരുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് നീ ഈ ജനങ്ങളെ ഇക്കാര്യത്തിന്റെ പേരിൽ ഭിന്നിപ്പിച്ചു എന്ന് നീ ചോദിക്കും എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ടാണ് ഞാൻ അവരോട് അതെ സംബന്ധിച്ച് ഒന്നും കൽപ്പിക്കാതിരുന്നത്. ഞാനത് തടഞ്ഞിരുന്നു എങ്കിൽ, ഞാനത് കൽപ്പിച്ചിരുന്നു എങ്കിൽ നീ എന്നോട് ചോദിക്കുമെന്ന് ഞാൻ ഭയപ്പെട്ടു. എന്ത് ചോദിക്കുമെന്ന്? ഐക്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സമൂഹത്തിനിടയിൽ ഭിന്നത നീ എന്തുകൊണ്ടുണ്ടാക്കി എന്ന് നീ എന്നോട് ചോദിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. ഇത് സൂചിപ്പിക്കുന്നത് മനുഷ്യർക്കിടയിലെ ഐക്യം അത് നിലനിർത്തുന്നതിന് എന്തൊക്കെയാണോ വേണ്ടത് വർത്തമാനകാലത്ത് അതെല്ലാം നമ്മൾ നിവർത്തിക്കണം. അത് ഹിന്ദുക്കൾ അങ്ങോട്ടും മുസ്ലിങ്ങൾ ഇങ്ങോട്ടും ഒക്കെ തന്നെ ആ ഒരു ബന്ധം വേണം. ആ ഇടക്കാണ് നമ്മൾ ഒരു പ്രസ്താവന കേൾക്കുന്നത്. ക്ഷേത്രത്തിന്റെ വാടക മുറികൾ, കെട്ടിടങ്ങളിലെ റൂമുകൾ അന്യമതസ്ഥർക്ക് വാടകക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന നമ്മൾ സമീപകാലത്ത് കേൾക്കുകയുണ്ടായി. നമ്മളുടെ നാട്ടിൽ അങ്ങനെയാണോ? മദ്രസയുടെ ബിൽഡിങ്ങിൽ എത്രയോ ഹൈന്ദവ സുഹൃത്തുക്കൾ കച്ചവടം ചെയ്യാറുണ്ട്, പള്ളിയുടെ ബിൽഡിങ്ങിൽ ചെയ്യാറുണ്ട്, ക്ഷേത്രത്തിന്റെ ബിൽഡിങ്ങിൽ ചെയ്യാറുണ്ട്, ദേവസ്വത്തിന്റെ കെട്ടിടങ്ങളിൽ ചെയ്യാറുണ്ട് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റു മതസ്ഥർ. ഇതൊക്കെ മതം നോക്കിയാണോ നമ്മൾ കൊടുക്കുന്നത്? അങ്ങനെയാണോ നമ്മൾ ശീലിച്ചത്? അല്ലല്ലോ. എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ദുഷ്പ്രവണതകൾ ആരംഭിച്ചത്? ബാബഹാജിയെ പോലെയുള്ള മഹാന്മാർ നല്ല വിശ്വാസികളായിക്കൊണ്ട് തന്നെ എല്ലാ മതസമുദായങ്ങളും തമ്മിലുള്ള ആത്മബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തിരുന്നു. ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്, അടിപ്പിക്കുവാനല്ല. അകലാനുള്ള കാരണങ്ങളാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും, അടുക്കാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുന്നില്ല. മുഹമ്മദ് ഇബ്നു ഖാസിമിന്റെ സിന്ധാക്രമണ കാലത്താണ് ഇന്ത്യയിൽ വലിയ മഹാഭൂരിപക്ഷമുണ്ടായിരുന്ന ഹൈന്ദവ സമുദായത്തിന്റെ